അമേരിക്കൻ പൗരത്വം നേടിയ ഇന്ത്യൻ വംശജനായ ഗുർമീത് സിംഗിന്റെ പൗരത്വം റദ്ദാക്കാൻ US നീതിന്യായ വകുപ്പ് നടപടികൾ ആരംഭിച്ചു. 2026 ഫെബ്രുവരി 2 വാർത്താക്കുറിപ്പ് പ്രകാരം പൗരത്വ അപേക്ഷയിൽ വസ്തുതകൾ മറച്ചുവെക്കുകയും തെറ്റായ വിവരങ്ങൾ നൽകുകയും ചെയ്തതിനാണ് ന്യൂയോർക്കിലെ ഈസ്റ്റേൺ ഡിസ്ട്രിക്ട് കോടതിയിൽ പരാതി നൽകിയിരിക്കുന്നത്. എന്താണ് ഗുർമീത് സിംഗിനെതിരെയുള്ള കുറ്റം എന്ന് നോക്കാം. 2011 മെയ് 6 തന്റെ ടാക്സിയിൽ യാത്ര ചെയ്ത 26 വയസ്സുകാരിയായ യുവതിയെ ഗുർമീത് സിംഗ് തട്ടിക്കൊണ്ടുപോവുകയും ലൈംഗികമായി ഉപദ്രവിക്കുകയും ചെയ്തു എന്നാണ് പരാതി. യാത്രക്കിടെ പിൻസീറ്റിൽ ഉറങ്ങിപ്പോയ യുവതി ഉണർന്നപ്പോൾ കണ്ടത് തന്റെ കഴുത്തിൽ കത്തിവെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഗുർമീതിനെയാണ്. തുടർന്ന് യുവതിയുടെ കണ്ണുകൾ കെട്ടുകയും വായ മൂടിക്കെട്ടുകയും ചെയ്ത ശേഷം ക്രൂരമായി ബലാത്സംഗം ചെയ്തു. എന്തൊക്കെ നിയമ നടപടികളാണ് സ്വീകരിച്ചതെന്ന് നോക്കാം. 2012 ജനുവരിയിൽ ന്യൂയോർക്ക് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു. ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ ഗുരുതര കുറ്റങ്ങൾ ചുമത്തി. 2014 കോടതി ഇയാൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും 20 വർഷത്തെ തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തു. ഗുർമീത് സിംഗ് പൗരത്വത്തിനായി അപേക്ഷിച്ച രീതി പരിശോധിച്ചപ്പോഴാണ് അതിലെ ചതിയും വെളിപ്പെട്ടത്. അപേക്ഷ നൽകിയത് 2011 മെയ് 31 അതായത് കുറ്റകൃത്യം നടന്ന് ആഴ്ചകൾക്ക് ശേഷം. അപേക്ഷാ ഫോമിലെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം തെറ്റായ മറുപടിയാണ് നൽകിയത്. അറസ്റ്റ് ചെയ്യപ്പെടാത്ത എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിനും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് തെറ്റായ വിവരങ്ങൾ നൽകിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിനും അദ്ദേഹം ഇല്ല എന്നാണ് രേഖപ്പെടുത്തിയത്. 2011 ഒക്ടോബറിൽ നടന്ന ഇന്റർവ്യൂവിലും അദ്ദേഹം ഈ കുറ്റകൃത്യത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയില്ല. അദ്ദേഹം നൽകിയ തെറ്റായ വിവരങ്ങൾ വിശ്വസിച്ച് 2011 ഒക്ടോബർ 19 സർക്കാർ ഇയാൾക്ക് പൗരത്വ സർട്ടിഫിക്കറ്റും നൽകി. US ഇമിഗ്രേഷൻ നിയമപ്രകാരം വസ്തുതകൾ മറച്ചുവെച്ചോ വഞ്ചനയിലൂടെയോ നേടിയ പൗരത്വം റദ്ദാക്കാൻ കോടതിക്ക് അധികാരമുണ്ട്. അമേരിക്കൻ പൗരത്വം എന്നത് സത്യസന്ധമായി നേടിയെടുക്കേണ്ട പവിത്രമായ ഒന്നാണ്. ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുകയും അത് മറച്ചുവെച്ച് പൗരത്വം നേടുകയും ചെയ്യുന്നവരുടെ പദവി റദ്ദാക്കും എന്ന് അറ്റോർണി ജനറൽ പമേല ബോണ്ടി വ്യക്തമാക്കി. സിംഗ് കുടുംബാംഗങ്ങൾ വഴിയുള്ള നിയമം ഉപയോഗിച്ച് രാജ്യത്ത് പ്രവേശിച്ചു. തുടർന്ന് ക്രൂരമായ കുറ്റകൃത്യം ചെയ്തു. അതിനുശേഷം നുണ പറഞ്ഞ് പൗരത്വം നേടി. ഈ അനീതി ഞങ്ങൾ ഇപ്പോൾ തിരുത്തുകയാണ് എന്നാണ് അസിസ്റ്റന്റ് അറ്റോർണി ജനറൽ ബ്രെറ്റ് എ ഷൂമേറ്റ് പ്രതികരിച്ചത്. ഇതൊരു സിവിൽ കേസായതിനാൽ ജഡ്ജിയാണ് ഇതിൽ അന്തിമ തീരുമാനമെടുക്കുക. കോടതി സർക്കാരിന്റെ വാദം അംഗീകരിക്കുകയാണെങ്കിൽ ഗുർമീത് സിംഗിന്റെ അമേരിക്കൻ പൗരത്വം റദ്ദാക്കപ്പെടും. അദ്ദേഹം വീണ്ടും ഒരു വിദേശ പൗരനായി മാറും. ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തതിനാൽ അദ്ദേഹത്തിന്റെ ഗ്രീൻ കാർഡ് റദ്ദാക്കപ്പെടും. 20 വർഷത്തെ ജയിൽ ശിക്ഷ പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് നാടുകടത്താൻ ഇമിഗ്രേഷൻ അധികൃതർക്ക് സാധിക്കും. ചുരുക്കത്തിൽ, നിയമത്തെ കബളിപ്പിച്ച് പൗരത്വം നേടിയവർക്ക് അതൊരിക്കലും ഒരു സുരക്ഷിത കവചമാകില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ഗുർമീത് സിംഗ് കേസിലൂടെ അമേരിക്ക നൽകുന്നത്. 20 വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് ശേഷം ഇയാൾ ഇന്ത്യയിലേക്ക് നാടുകടത്തപ്പെടുമോ എന്നത് ഇനി കോടതിയുടെ അന്തിമ വിധിയെ ആശ്രയിച്ചിരിക്കും. ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.